ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ കുക്കിങ്ങും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വയ്യാത്ത സമയത്തും തിരക്കുള്ള സമയത്തും എങ്ങനെ എളുപ്പത്തിൽ അതും നല്ല സ്വാദോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നതിനെ പറ്റിയിട്ട് കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ തിരക്കുള്ള സമയത്തും വയ്യാത്ത സമയത്തും ഇങ്ങനെയുള്ള ചില എളുപ്പ പണികളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കുക്കിങ്ങൊക്കെ വേഗം തീർക്കാറുള്ളത്. നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ, നമ്മുടെ കുക്കിങ് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടും അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ നമ്മൾ കാണിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറി, അതുപോലെ ചിക്കൻ കറി, ഉള്ളി വഴറ്റാണ്ടും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വഴറ്റാണ്ടൊക്കെ അതേ സ്വാദോടു കൂടി തന്നെ ചെയ്യാൻ പറ്റുന്ന കറികൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെയുള്ള കാണിച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി സിമ്പിളായിട്ട് ചെയ്യുന്നതും അതും എല്ലാം കൂടെ കുക്കറി വെച്ചിട്ട് ഒരുമിച്ച് വിസിലടിച്ചിട്ട് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എളുപ്പപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറികളൊക്കെ പെട്ടെന്നാവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ വയ്യാത്ത സമയത്തും തിരക്കുള്ള സമയത്തും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വയ്യാത്ത സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ, അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഈ റൈസ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് വയ്യെങ്കിലും നല്ലൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി എന്നുള്ള മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും, നമ്മുടെ പണിയും എളുപ്പമാകും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എളുപ്പപ്പണികളൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുക്കിങ്ങൊക്കെ കൊണ്ടുപോകാറുള്ളത്. നമ്മുടെ കുക്കിങ് വരുമ്പോൾ ഒരുപാട് വലിയ കുക്കിങ്ങും അതുപോലെ വലിയ നിറയെ ഐറ്റംസ് ചേർത്തിട്ടുള്ള ദിവസം നോൺ വെജും അങ്ങനെയൊന്നും നമ്മൾ ഉൾപ്പെടുത്താറില്ല കേട്ടോ. കൂടുതലും നാടൻ കറികൾ വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ കറി വയ്ക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഡെയിലി നമ്മുടെ വീട്ടിൽ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഒരുപാട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുക്കർ ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി വഴറ്റാണ്ടും അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് വഴറ്റിയെടുക്കാണ്ടുള്ള ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നന്നായി കഴുകിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഉള്ളി കേട്ടോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു, 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിത്തലയോ നമ്മുടെ എന്താ പറയുക കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നന്നായി തന്നെ എരിവ് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാണുമ്പോൾ നമ്മുടെ മുളക് പൊടി ഒത്തിരി എരിവ് കുറവുള്ള പോലെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ, എരിവ് അധികം കഴിക്കാൻ പറ്റാത്ത കാരണം. അപ്പോൾ മുളക് പൊടി കുറച്ചുകൂടെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് നന്നായി തന്നെ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായി തന്നെ നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് വരും. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതിലേക്ക് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെന്തയം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 1-2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ടി വന്നതിലേക്ക് 2 തക്കാളി കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ നേരത്തെ കാണിച്ചതാണ്, പക്ഷേ നമ്മുടെ ഇന്ന് വയ്ക്കുന്ന ചിക്കനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ കറി ഒന്ന് കാണിച്ച് തരുന്നത്. അത് നന്നായി ഉടഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും
പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് വതക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ പച്ചമണം നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് നമ്മുടെ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്ത് വെള്ളം എത്ര വേണോ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞിട്ട് ആകെ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നേരം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നലെ പപ്പടം കാച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ, അതാണ് ഈ കളറിലിരിക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തന്നെ എരിവും ഉപ്പും ഒക്കെ പിടിച്ച് വരികയും ചെയ്യും. നമ്മുടെ ഈ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ പപ്പടം കാച്ചലൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്കിനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് നമ്മുടെ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പപ്പടമൊക്കെ നമ്മളൊരു കവറിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ റെസിപ്പികളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എടുക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവിടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൽ ബുക്കും പെൻസിലും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിനും പോയിട്ടുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടുന്ന് ബുക്ക്, പെൻസില്, കളർ പെൻസില്, അതുപോലെ ചട്ടിയിടേണ്ട ബ്രൗൺ പേപ്പർ, പിന്നെ എന്താ പറയുക സ്കെയില്, റബ്ബർ, 2 നോട്ട്ബുക്ക്, സ്റ്റിക്കർ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിച്ചു തന്നാണ്. ഒരു വലിയ നോട്ട്ബുക്കും ഒരു ചെറിയ നോട്ട്ബുക്കും ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് കാണിച്ചു തരുകയാണ് കേട്ടോ. അപ്പോൾ അവനെല്ലാം അവിടുന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്കും നിങ്ങൾക്കും ഒപ്പമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഇതാ സ്കെയിലും അതുപോലെ 2 ഒരു പെൻസില്, ഒരു പെന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ കാണിച്ചു തരുകയാണ്. പിന്നെ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനും ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ അങ്ങനെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി തന്നെ വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ റൗലി ബേബി ഇങ്ങനെ അകത്ത് കിടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട് കേട്ടോ. പൈക്കോയ വെളിയിൽ മിണ്ടാണ്ട് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും, അതുകൊണ്ട് ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഒന്നുകൂടെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടാവും. എല്ലാവരും ഇപ്പോൾ പല രീതിക്കാണല്ലോ നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെച്ചിരിക്കുന്നത്, അതുപോലെ അതിൽ ഒഴിച്ച് കഴിക്കാനുള്ള മോര് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. സമയവും ഒരു 10-11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നല്ല മഴ പെയ്യും, അതിന് ശേഷം മഴ പോവും, നല്ല വെയിലായിരിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. രാവിലെ എണീറ്റപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വെളിച്ചം വെച്ചു, പിന്നെ വീണ്ടും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്തപ്പോൾ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ്റെ സൈക്കിൾ ഇതവിടെ വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. അന്ന് നമ്മുടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ വന്നവർ ഓപ്പൺ ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് മൂടിയിട്ട് ആകെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലിങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിച്ചിട്ട് നമ്മുടെ സൈക്കിളിൽ ഫുള്ളും മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഴ വരുന്ന കണ്ടപ്പോൾ അവനോട് സൈക്കിൾ അവിടെ വെക്കാൻ പറഞ്ഞു കേട്ടോ. നല്ലപോലെ മണ്ണ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ആ മണ്ണൊക്കെ പോയി നമ്മുടെ സൈക്കിൾ നല്ല ക്ലിയറായി കേട്ടോ. മഴ പെയ്യുന്നതോടൊപ്പം തന്നെ ലൈറ്റായിട്ട് ഇങ്ങനെ കാറ്റുകൂടെ അടിക്കുമ്പോൾ നല്ല ഒരു തണുത്തൊരു സുഖമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. മഴ കാണാൻ തന്നെ നല്ലൊരു രസമാണ് അല്ലേ. പക്ഷേ അധികമാകുമ്പോൾ അതും ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ വറ്റി
നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ പെരിഞ്ചീരകവും കൂടെ പച്ചയ്ക്ക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, വറുക്കാണ്ട് പച്ചയ്ക്കാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് ഫുള്ളായി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കാണുമ്പോൾ കുറച്ച് കളറ് കമ്മിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എരിവ് കുറച്ചിട്ട കാരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ എണ്ണ നല്ലപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അധികം എണ്ണ ചേർത്തിട്ടില്ല, കുറച്ചെണ്ണ ഫസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയുടെ കുറവും അതുപോലെ എരിവിൻ്റെ കുറവും കൊണ്ടാണ് നമ്മുടെ ചിക്കന് വളരെയല്ല അധികം കളറ് തോന്നിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം ഒന്നുകൂടെ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഇതിവിടെ ടേസ്റ്റും ഇതിവിടെ നല്ല ഡാർക്ക് കളറും ഉണ്ടാകും കേട്ടോ നമ്മുടെ ചിക്കന്. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ മോരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെയുള്ള ചിക്കൻ വരട്ടിയതും നല്ല മോര് കാച്ചിയതും അല്ലെങ്കിൽ പുളിശ്ശേരിയും അതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഇതിങ്ങനെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മഴയൊക്കെ കണ്ട് കുറേയൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള എളുപ്പപ്പണി ചെയ്യുമ്പോൾ കുറച്ച് ഇരിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു. അതിന് ശേഷം നോക്കുമ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഗരം മസാല ചേർത്തോളൂ. കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയൊരു ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൊടുത്തു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ഞാൻ ചോറും വാർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാം കേട്ടോ. 11:45 മണി ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 10-10:30ക്കാണ് കുക്കിങ്ങിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ ഇത്രയൊക്കെ നേരം വേണമെന്ന് ചോദിക്കുന്നുണ്ടവരുണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. എന്താ പറയുക, ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യും, ചിലർ ചെറുതായിട്ട് ചെയ്യും. ഇത്ര സമയത്തിനുള്ളിൽ റെഡിയാക്കുക എന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ ആവുന്ന അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാക്സിമം എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് തീർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് റെഡിയാവേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഈ ചിക്കൻ വരട്ടാനിട്ട സമയം വെറുതെ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നേരം കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാനും അടിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഒരുപാട് പണികൾ എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ള കാരണമാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിലൊക്കെ നമ്മുടെ പണികൾ എത്രയും നേരത്തെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പികളും അതുപോലെ നമ്മുടെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ, ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ. ഇനിയിപ്പോൾ മാക്സിമം നമ്മൾ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.